ഗൈസ് എന്നത്തെ പോലെ വെളുപ്പാൻ രാവിലെ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. വെള്ളത്തിൽ ആസകലം കുറെ പേട്ട് തേങ്ങയും തൊണ്ണാനും ഒക്കെ പൊങ്ങി കിടപ്പുണ്ട് കേട്ടോ. നോക്കുമ്പോഴതാ അതിലൊരു തേങ്ങ ഇടക്കിടക്കായി സ്വന്തമായി അനങ്ങുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോ സംഗതി ഒരു ആമയാണ്. പാവത്താനാണെങ്കിൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. വെള്ളത്തിന്റെ താഴേക്ക് നീന്താൻ കഴിയാതെ ആശാൻ ചെറിയ ഒഴുക്കിനോടൊപ്പം ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നമ്മൾ ചൂണ്ടക്കാർ മീനുകളെ പിടിച്ച് കൊല്ലുന്ന ആൾക്കാരാണെങ്കിലും ഇതുപോലെ ആപത്തിൽപ്പെട്ടിരിക്കുന്ന ജീവികളെ കണ്ടാൽ സ്പോട്ടിൽ നമ്മൾ രക്ഷിച്ചിരിക്കും കേട്ടോ. ആമയെ കരയോട് അടുപ്പിക്കാനായി ഒരേ ഒരു മാർഗം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. കയ്യിലുള്ള ഫ്രോഗ് വെള്ളത്തിലേക്ക് കാസ്റ്റ് ചെയ്ത ശേഷം അതിനെ ആമയുടെ മുകളിൽ തട്ടുന്ന രീതിയിൽ കരയിലേക്ക് വലിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഒരു തട്ടലിലും ഫ്രോഗ് വെള്ളത്തിലുണ്ടാക്കുന്ന ഓളത്തിലും ആമ നമുക്ക് നേരെ തന്നെ വരുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇത്രയൊക്കെ ഓളവും അനക്കവും വെള്ളത്തിലുണ്ടാക്കിയിട്ടും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ആരോഗ്യം പോലും ആമയ്ക്ക് കാണുന്നില്ല കേട്ടോ. ചൂണ്ടക്കാർ ഏറെയുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വായിൽ ചൂണ്ട കുടുങ്ങിയിരിക്കുന്നതോ പുറത്തുകൂടി ലൈൻ ചുറ്റിയിരിക്കുന്നതോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഫ്രോഗ് ഇട്ട് വലിച്ചു വലിച്ച അവസാനം ആമ നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. കൈ എത്താത്തത് കൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്നും ഇവനെ പൊക്കിയെടുക്കുന്നത് ഒരു ടാസ്ക് ആണ്. ഇതിനുവേണ്ടി നമ്മൾ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവർ ഫ്രോഗിൽ ഈ കാണുന്ന രീതിയിൽ കൊരുത്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു വെയിറ്റും കൂടി ഇട്ട ശേഷം ആമയെ എങ്ങനെയെങ്കിലും ഇതിന്റെ അകത്തേക്ക് കയറ്റാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റത്തെ തത്രപ്പാടിന് ശേഷം ഒരു വിധത്തിൽ നമുക്ക് ഇവനെ കവറിന്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. കവറിൽ നിന്നും കരയിലേക്ക് എടുത്തിടുമ്പോ ആശാന്റെ ബർത്ത് ഒരു തരത്തിലുള്ള വലയോ ലൈനോ ഒന്നും ഉള്ളതായി കാണാൻ കഴിയുന്നില്ല. ഇനി പൊട്ടലോ മുറിവോ വല്ലതും ഉണ്ടോന്നറിയാൻ നമ്മൾ ഇവനെ മൊത്തത്തിലൊന്ന് എക്സാമിൻ ചെയ്യുവാണ്. ഇതിനിടയ്ക്കായി പേടിച്ചിട്ട് ഇവരുടെ ഡിഫൻസ് മെക്കാനിസം ആണ് ഈ കാണുന്നത് കേട്ടോ. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായി ആമകൾ ഇതുപോലെ യൂറിനേറ്റ് ചെയ്യാറുണ്ട്. ഇവന്റെ ബോഡി മൊത്തത്തിൽ എക്സാമിൻ ചെയ്തതിൽ വെച്ച് പ്രകടമായി ഒരു പരിക്കുകളും കാണാനില്ല. ഇനിയിപ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം സുഖമായി വാ എന്ന പ്രാർത്ഥനയോടെ ഇവനെ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അവൻ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് നീന്തിപ്പോയിട്ടോ.